ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്കും നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. കുടുംബ മണ്ഡലങ്ങളുള്ള സാത്താനിക ശക്തികൾ മാറട്ടെ. അസമാധാനങ്ങൾ, ഭയത്തിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. എല്ലാ അന്ധകാര ശക്തികൾ തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ കൊണ്ടുവന്ന് കുടുംബത്തെ അസമാധാനപ്പെടുത്തുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ പിശാചിൻ്റെ വ്യാപാര ശക്തികൾ, എല്ലാ സാത്താനിക ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ, ദേശാധിക വാഴ്ചയുടെ അധികാര മന്ത്രവാദ ശക്തികൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിമണ്ഡലം നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഹൽബറോ ഹസ്തിയ നാത്തോറോ ഹസ്തിയ. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന മനുഷ്യനായിരിക്കാം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപക്ഷെ നീ അവനെ നിന്ദിക്കപ്പെടുവാനും, ആ അഭിഷക്തനെ, ആ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന ആ വ്യക്തി ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്ത വ്യക്തിയായിരിക്കാം. കർത്താവിൻ്റെ വേല വർഷങ്ങളായി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളാകാം, അല്ലെങ്കിൽ ഗൾഫ് മേഖലയാകാം, ഏത് മേഖലയുമായിക്കോട്ടെ, അല്ലെങ്കിൽ റഷ്യ, സൗത്ത് ആഫ്രിക്ക, ഏത് രാജ്യമായിക്കൊള്ളട്ടെ. എന്നാൽ ആ മനുഷ്യൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ നീ അവനെ വിധിക്കുന്നവനായി മാറിയാൽ അത് നിനക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒരു സുവിശേഷകനെ നീ നിന്ദിച്ചാൽ, നീ ചിലപ്പം ഒരു കമ്പനിയുടെ മാനേജരായിരിക്കാം, അതല്ലെങ്കിൽ നീ ഒരു വലിയ ബിസിനസ്സുമാനായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ വിധിച്ചാൽ, നീ വിധിക്കുന്നത് പോലെ നിനക്ക് അളന്ന് കിട്ടുന്ന കാര്യം എന്താണെന്നറിയാവോ? നീ ആ സുവിശേഷം ചെയ്യുന്ന, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തനെ നീ നിന്ദിച്ചാൽ, നീ ജനത്തിൻ്റെ മുന്നിൽ ആ അഭിഷക്തനെ അളന്നാൽ, ആ എളിയ അഭിഷക്തനെ അളന്നാൽ നിനക്ക് അളക്കുന്ന കോലിനാൽ അളന്ന് കിട്ടും. എന്ന് വെച്ചാൽ നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്, നീ എങ്ങനെ ആ മനുഷ്യനെ അളക്കുന്നുവോ, നീ ഒരു ചിലപ്പോൾ കമ്പനിയുടെ മാനേജരായിരിക്കാം, ഡയറക്ടറായിരിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ബോസായിരിക്കാം. നിന്നെ ആ ദൈവം അതേ നിലയിൽ കൊണ്ടുവരും. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ അഭിഷക്തനെതിരെ നീ അവനെ നിന്ദിക്കുന്ന വ്യക്തിയാണോ, നീ അവനെ പുച്ഛിപ്പിക്കുന്ന വ്യക്തിയാണോ, നീ അളക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നിനക്ക് അളന്ന് കിട്ടും. നാളെ നിശ്ചയമായി ആ
കർത്താവിൻ്റെ ദാസൻ സുവിശേഷ വേല ചെയ്യുന്നുവെങ്കിലും നീ കമ്പനിയുടെ ഡയറക്ടറാണോ മാനേജറാണോ ഏത് പ്രൊഫഷൻ ഇരുന്നാലും ദൈവത്തിന് വിധിയല്ല, ദൈവത്തിനത് പ്രശ്നമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ അവനെ നിന്ദിച്ചാൽ നാളെയും ഈ വചനമെടുത്ത് ദൈവം നിന്നെയും നടത്തും. നീ മറക്കരുത്, നീ വിധിക്കുന്ന വിധിയാൽ അളന്നു കിട്ടും. നിൻ്റെ കയ്യിൽ ചിലപ്പോൾ സാമ്പത്തികം കാണും, അനേക ഭൗതിക നന്മകൾ കാണും. എന്നാൽ നീ എളിയ കർത്തൃദാസന്മാനെ അത് ആദരിക്കുന്നവനായി മാറട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഈ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയ സഹോദര, നീ വിധിക്കാതിരിക്കേണ്ടതിന്, നീ അളന്ന് നിനക്ക് കിട്ടാതിരിക്കേണ്ടതിന് നീ വിധിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോല് ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ ഇരിക്കെ നീ സഹോദരനോട് നിൽപ്പ്, നിൻ്റെ കണ്ണിൽ നിന്നും കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്നും കോൽ എടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിലെ നിന്നും കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ളത്, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്തതുള്ളത് നമ്മൾ അത് എടുത്തു കളയുന്നവരായി അങ്ങനെയുള്ള സ്വഭാവങ്ങളെ മാറ്റി എന്നിട്ട് മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കുവാൻ സാധിക്കണം. നീ അളക്കുന്ന അളവിനാൽ അളന്നു കിട്ടും. ഒരുവൻ്റെ കഷ്ടതയുടെ മധ്യയിൽ നീ അളന്നാൽ നാളെ അത് നിൻ്റെ ഭവനത്തിലും വരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നീ അളക്കുന്നവനായല്ല, നീ ദുഃഖിക്കുന്നവരുടെ മധ്യയിൽ നീ ദുഃഖിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കണം. ദുഃഖത്തിൻ്റെ മധ്യയിൽ നീ സന്തോഷിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് നിശ്ചയമായി അത് അളന്ന് കിട്ടുവാൻ ഇടയുണ്ട്. ദൈവത്തിൻ്റെ വചനം ആകാശവും ഭൂമിയും മാറിയാലും അവിടുത്തെ വചനം മാറുകയില്ല. അൽ ഹെബോന ദിയാന ഹസ്തിയ. പ്രിയ സഹോദര, നീ അളക്കാതിരിക്കാൻ നീ സൂക്ഷിക്കുക. നീ അളക്കുന്ന വ്യക്തിയാണോ, നീ അളക്കുന്നത് പോലെ നിനക്ക് അളന്നു കിട്ടും. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ, ഭൗതിക നന്മകൾ ശൂന്യമായി പോകും. അതുകൊണ്ട് നീ വിധിക്കാതെ, നീ അളക്കാതെ മറ്റുള്ളവർ എന്നിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കായി മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതേ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കത്തുള്ളൂ. പരീശന്മാർ യേശുവിനെ അളക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ വാക്കിനാൽ കുടുക്കപ്പെടുവാൻ, വാക്കിനാൽ പിടിക്കപ്പെടുവാൻ, വാക്കിനാൽ യേശുവിനെ കൊടുക്കുവാൻ പദ്ധതിയിടുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അനേക സന്ദർഭങ്ങളുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിയരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവനോട്, ഗുരുവേ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇതുപോലെ നമ്മുടെ നാട്ടിലും സഭകളിലും ഇതുമാതിരിയുള്ള പരീശന്മാരുണ്ട്. ആ പരീശന്മാരുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കത്തില്ല. രണ്ടാമത്, അവരുടെ ഉള്ളിലുള്ളത് അഹംഭാവമാണ്. മൂന്നാമത്, അവരുടെ ജീവിതത്തിൽ ഫൈനാൻസ് ഉണ്ട്, സാമ്പത്തികമുണ്ട്, അതുകൊണ്ട് ആരെയും വിധിക്കാമെന്നുള്ള ഭാവം. നാലാമത്, അവർ ദൈവവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ അളക്കുന്ന വ്യക്തിയാണോ, നീ അങ്ങനെ അളക്കുന്ന വ്യക്തിയാണോ? എന്നാൽ നീ വിധിക്കുന്ന വിധിയാൽ നീ അളന്നു കിട്ടും. നീ കമ്പനിയുടെ ഡയറക്ടറായിരിക്കാം, നീ ഒരു സ്ഥാപനത്തിൻ്റെ ബോസ് ആയിരിക്കാം. നീ അങ്ങനെ അളക്കുന്നയാണോ? കർത്താവിൻ്റെ ദാസനെ നീ അളക്കുന്നയാണോ? അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇന്ന് മാനസാന്തരപ്പെടുവാൻ
വ്യഭിചാരത്തിൽ തന്നെ പിടിച്ചിരുന്ന ഇങ്ങനെയുള്ളവളെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൾ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷി ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീ ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു അവളോട് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, സർവചരാചരങ്ങളെ നിർമ്മിച്ചവനായ ദൈവം, ന്യായം വിധിക്കുവാൻ അർഹതയുള്ള ദൈവം, ന്യായം വിധിക്കുവാൻ യോഗ്യതയുള്ള ആ മഹാപരിശുദ്ധനായ ദൈവം, ആ ദൈവം എന്താണ്, ആ കർത്താവ് എന്താണ് നമ്മളോട്, അതേ ആ സ്ത്രീയോട് ചെയ്യുവാൻ വന്നത്? അതേ മകളെ, പൊയ്ക്കൊള്ളുക, ഇനി നീ പാപം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, വിധിക്കുന്ന വ്യക്തി ജീവിതമേ, പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ അഭിഷക്ത, നിൻ്റെ ഫൈനാൻസ്, നിൻ്റെ ഭൗതിക നന്മകളെ കൊണ്ട് നീ മറ്റുള്ളവനെ നിസ്സാരനെന്ന് എണ്ണുന്നുവെങ്കിൽ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. ഈ വിധിക്കുന്നവർ ആരാണെന്നറിയാമോ? ഒന്നാമത്തത്, അവർ വിശാലതയിൽ നടക്കുന്നവരാണ്. ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകർ ആകുന്നു. കണ്ടോ, അവർ എവിടെ നടക്കുന്നവരാണ്? വിശാലതയിൽ നടക്കുന്ന ജനമാണ്. അവർ വിശാലതയിൽ നടക്കുന്ന ജനമായതുകൊണ്ടാണ് അവർ അളക്കുന്നത്. ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിലോ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വാതിലാണ് നോക്കുന്നത്? ഇടുക്കമാർന്ന വാതിലിലൂടെ നടക്കുന്ന വ്യക്തിയാണോ, അതോ വിശാല വഴിയിലൂടെ നടക്കുന്ന വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന്, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായല്ല, മറ്റുള്ളവരെ ആദരിക്കുന്നവരായി, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും, അതേ ആത്മീയ മണ്ഡലത്തിലും ഭൗതികമായി നമുക്ക് ഉയരുവാൻ സാധിക്കണമോ, നീ മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. അല്ലാതെ നീ മറ്റുള്ളവനെ കുറ്റം വിധിക്കുന്നവനാണെങ്കിൽ, മറ്റുള്ളവനെ വിധിക്കുന്നവനാണെങ്കിൽ, മറ്റുള്ളവനെ നിസ്സാരനെന്ന് കാണുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ ഉയരുവാൻ സാധിക്കത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14-16 വരെയുള്ള വാക്യങ്ങൾ. യേശു പിന്നെ അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇരുട്ടിൽ നടക്കുന്നവനാണ്, വിശാലതയിൽ നടക്കുന്നവനാണ് ഒരുപക്ഷെ മറ്റുള്ളവനെ വിധിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത്, യേശു പിന്നെ അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകുമെന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിൻ്റെ സാക്ഷ്യം സത്യമല്ലെന്ന് പറഞ്ഞു.
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. ഞാൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാനോ ആരെയും വിധിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ആരെയും വിധിച്ചില്ല. എന്നാൽ അവിടുന്ന് കൃപയും കരുണ്യവും കാണിച്ച മഹാദയലുള്ള ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെ ചാട്ടവാറിനടിച്ചപ്പോഴും കന്നത്ത് അടികൊണ്ടപ്പോഴും തുൽപ്പലേറ്റപ്പോഴും അതേ തെള്ളിയിടുവാൻ നോക്കിയപ്പോഴും അതേ പരീക്ഷന്മാർ ശാസ്ത്രിയന്മാർ വളരെ മേച്ചകരമായി സംസാരിച്ചപ്പോഴും അവിടെല്ലാം മൗനമായി നിന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാൽ ഞാൻ ഏകനല്ല, ഞാൻ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ കൂടെ ആകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. രണ്ടു മനുഷ്യൻ്റെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. എന്നെ അയച്ച എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ വിധിക്കുന്നവനായല്ല, മറ്റുള്ളവനെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കട്ടെ. ഇന്ന് അനേക രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ കാണുവാനിടവരും എളിയ അഭിഷക്തന്മാരെ നിന്ദിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഭയുടെ മതിൽ അവഹേളിക്കുന്ന അഭിഷക്തന്മാരുണ്ട്, അളക്കുന്ന അഭിഷക്തന്മാരുണ്ട്. ഇന്ന് സത്യത്തിന് വിലയില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ അത് പോഷ്ക്കെന്നുള്ള രീതിയിൽ ഒരു അഭിഷക്തൻ ചർച്ചിൻ്റെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന അഭിഷക്തനും സഭയുടെ അധികാരികളും കണ്ണും കൈയും കാണിച്ചുകൊണ്ട് ആ അഭിഷക്തൻ്റെ നന്മകളും ശുശ്രൂഷ മണ്ഡലങ്ങളും അടയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് യഥാർത്ഥമായി വചനപ്രകാരം വിധിക്കുന്നതാണ്, അളക്കുന്നതാണ്. അങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മറ്റുള്ളവർ നമ്മൾ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. സർജസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുൾ ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവേറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തു എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അതെ, നീ മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഭയിൽ കടന്നു വരുന്ന അഭിഷക്തൻ അവനെ ശ്രേഷ്ഠരാണെന്ന് എണ്ണിക്കൊണ്ട് ഒരു അഭിഷക്തൻ സാക്ഷ്യം പറയുമ്പോൾ, ഒരു അഭിഷക്തൻ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ പറയുമ്പോൾ നീ പിന്നിൽ നിന്ന് കൈയും കാലും കണ്ണും ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ നീ വക്രതയുള്ള മനുഷ്യനായി മാറുകയാണ്. ഇന്ന് അനേക സഭകളിൽ കോഡ് ഭാഷകളുണ്ട്. ഒരു അഭിഷക്തൻ സാക്ഷ്യം പറയുമ്പോൾ പിന്നിൽ നിന്ന് കൈ കാണിക്കുകയോ അല്ലെങ്കിൽ കണ്ണ് കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആസ്പദമായി വചനം പ്രസംഗിക്കുന്ന അനേക അഭിഷക്തന്മാരെ ഗൾഫിൻ്റെ മേഖലകളിൽ ഈ എളിയവന് കാണുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ അളക്കുന്ന മനുഷ്യനാണോ? ഈ വേദപുസ്തകപ്രകാരം ആർക്കും ദൈവത്തിൻ്റെ വചനം ഫോക്കസ് ചെയ്ത് പ്രസംഗിക്കുവാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അതെ, നീ നിൻ്റെ കൂട്ടു സഹോദരനോട് നിനക്ക് അവനോട് വൈരാഗ്യമോ കയ്പോ ഉണ്ടെങ്കിൽ നീ ആദ്യമേ അവനോട് രമ്യതപ്പെടണം. നീ അവനോട് ക്ഷമ ചോദിക്കുന്ന വ്യക്തിയായി മാറണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനപ്രകാരം നിനക്ക് ജീവിക്കുവാനും ജീവിക്കുന്ന വ്യക്തിയായി മാറുവാൻ സാധിക്കത്തുള്ളൂ.
നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കുകയില്ല. ഇന്ന് അനേകർ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാതെ അതേ വചനം വെച്ച് ഫോക്കസ് ചെയ്ത് പ്രസംഗിക്കുന്ന അനേക ഉപദേശിമാരെ കാണുവാനിട വന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഉപദേശികളോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടുവാൻ. അൽ ഹെബുന റംഗോസിയ, നിന്നെ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്നു കിട്ടും. നിന്നെ പൂർണ്ണമായി തൂക്കി അളക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ നാളിൽ നീ ധൈര്യമുള്ളവനായി, നീ ഉറപ്പുള്ളവനായി, നീ ബലമുള്ളവനായി നിൽക്കുവാൻ, നീ വിധിക്കാതെ മറ്റുള്ളവനെ ശ്രേഷ്ഠരാണെന്നെണ്ണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ സഭയുടെ ഉള്ളിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നീ പിന്നിൽ കയ്യും കണ്ണും കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ വിശാലതയിൽ നടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കേൾക്കുന്ന ചില അഭിഷക്തന്മാരോട്, ചില സഭയുടെ അധികാരികളോട്, ചില സഭയുടെ ശുശ്രൂഷന്മാരോട്, ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും നിൻ്റെ ഹൃദയ വിചാരങ്ങളും നിൻ്റെ ആംഗ്യം കാണിപ്പും നിൻ്റെ കൺകാണിപ്പും നിൻ്റെ എല്ലാം അറിയുന്നവനാണ് സ്വർഗത്തിൻ്റെ പിതാവ്. അവൻ സർവവും അറിയുന്നവനാണ്. നീ സംസാരിക്കുന്നതിന് മുന്നേ നിൻ്റെ വാക്കുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോല് ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആദ്യമേ നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ നീ ക്രിയപ്പെടുത്തുവാൻ നോക്കുക. നീ മറ്റുള്ളവനെ നോക്കാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നീ നിന്നെ തന്നെ വീഴാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നീ അടുത്തുള്ളവനെ നോക്കാതെ നിൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ്, ഞാൻ ദൈവവചനപ്രകാരമാണോ ജീവിക്കുന്നത്, നീ നിൻ്റെ ഹൃദയത്തോട് ഒന്ന് ചിന്തിക്കുവാൻ, നിൻ്റെ മനസ്സാക്ഷിയോട് നിനക്ക് ചോദിക്കുവാൻ സാധിക്കണം. അവിടെയാണ് നിനക്ക് ഒരു നല്ല ആരാധന ചെയ്യുവാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന വ്യക്തികളായി മാറട്ടെ. ഒരു നല്ല യാഗം സമർപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. മറ്റുള്ളവരെന്നിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി കാണുവാൻ സാധിക്കപ്പെടണം. മറ്റുള്ളവനെ നീ നിസ്സാരനെന്ന് കാണുന്നുവോ എങ്കിൽ നിനക്ക് നല്ല ഒരു യാഗം കഴിക്കുവാൻ സാധിക്കില്ല. ദൈവത്തിനൊരു പ്രസാദമുള്ള യാഗം കഴിക്കുവാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അനേകർ സ്വയമായി അളക്കുന്നവർ, ഞാൻ എന്തൊക്കെ ആയി, ഞാൻ ഉന്നതനാണെന്നുള്ള ചിന്തയിൽ അളക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവർ കേൾക്കുന്ന ഈ വചനം അത് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കട്ടെ. അനേക അഭിഷിക്തന്മാരുടെ ജീവിതത്തിലും ഈ അളക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അൽ ഹൗഡവന ഹസ്തിയ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നില്ല ഇരുട്ടിൻ്റെ ശക്തികൾ, പാതാള ശക്തികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. കർത്താവേ, നൽകപ്പെട്ട വചനത്തിനായി നന്ദി പറയുന്നു. നൽകപ്പെട്ട ഈ വചനം കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ, അത് അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കുവാൻ സ്വർഗം ഇടവരുത്തണം. ജനത്തോട് അവിടുന്ന് ഇടപെട്ടതിനായി, അവരോട് ആഴമായി സംസാരിച്ച കൃപയ്ക്കായി
കൃപയ്ക്കായി നന്ദി പറയുന്നു. കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കുടുംബത്തെ അസ്വസ്ഥതപ്പെടുത്തി കുടുംബത്തെ ഉയരുവാൻ പറ്റാതെ അത് മറ്റുള്ളവരെ വിധിക്കുന്ന ആ വിധിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികളെ എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഐ ഹബോന റന്തോനിയ യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ദുരാത്മ ശക്തികൾ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറട്ടെ. ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിരാശയിലിരിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു. അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തെ തുറക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഫൈനാൻസ് മേഖലകൾ വിദ്യാഭ്യാസത്തിനും പൈസ ഇല്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തിന് കർത്താവേ, നീ പുതുവാതിലുകൾ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നിരാശയിലും കഷ്ടതയിലും ഒറ്റപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തിമണ്ഡലങ്ങളുണ്ട്. പ്രിയ മാതാവേ, പ്രിയ സഹോദര, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിച്ച് എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അൽ ഹബോനറിയ, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. കർത്താവെ, നിരാശയിലും പ്രയാസത്തിലും ഇരിക്കുന്ന ജനത്തെ വിടിവിച്ചതിനായി, സൗഖ്യപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തിമണ്ഡലങ്ങൾക്ക് ഈ വചനം കേട്ടതിലൂടെ അവിടുന്ന് പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.